വഖഫ് ബോർഡ് വിഷയത്തിൽ അവരെടുത്ത നിലപാട് കോൺഗ്രസിൻ്റെയും BJPയുടെയും നിലപാട് ഒന്നു തന്നെയാണ്. സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് കീഴടങ്ങുന്ന സമീപനം വി.ഡി. സതീശനും മുസ്ലിം ലീഗും അവരുടെ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ നിയമിക്കുക എന്നത് കേന്ദ്രത്തിൻ്റെ നിലപാടായിരുന്നു. അത് വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗം തന്നെയുള്ള അജണ്ടയാണ്. ഇതിനെതിരായിട്ട് കേരളത്തിൽ നിയമസഭ പ്രമേയം പാസാക്കി ഏകകണ്ഠമായിട്ട് വഖഫ് ബോർഡിലേക്ക് 2 മുസ്ലിങ്ങളെ അതിൻ്റെ ഡയറക്ടർമാരായി നിയമിക്കാൻ പാടില്ല എന്ന കാര്യം വെച്ചുകൊണ്ടാണ്. അത്തരത്തിലുള്ള കേന്ദ്ര നിയമത്തിനെതിരായി കേരളം സുപ്രീം കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹർജി ഇപ്പോഴും സുപ്രീം കോടതി പരിഗണിച്ച് തീർപ്പാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സാധാരണ പറയുന്ന രീതിയിലുള്ള കള്ളം ഇതുമായിട്ട് ബന്ധപ്പെട്ടും വിശദീകരിക്കുകയുണ്ടായി. ഹർജി സുപ്രീം കോടതി തള്ളി എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആ കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞിട്ടില്ല. കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ്. ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വീണ്ടും പറയുന്നത്, അതുകൊണ്ട് വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ 2 അമുസ്ലിങ്ങളെ മെമ്പറായി കൊണ്ടുവരേണ്ടത് ബാധ്യതയായി വന്നിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ് എന്താണോ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വ്യഗ്രതയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വളരെ വ്യക്തതയോടുകൂടി ഇതിൻ്റെ വിശദാംശങ്ങൾ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ നിയമം കൈകാര്യം ചെയ്ത മന്ത്രിയും വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ തീരാത കേസ് തീർന്നു എന്ന് പ്രചരിപ്പിച്ച് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ തിരികെ കയറ്റാനുള്ള സംഘപരിവാർ നിർദ്ദേശം, കാരണം ഈ കേസ് കൊടുത്തത് BJPയുടെ വൈസ് പ്രസിഡൻ്റാണ് ഹൈക്കോടതിയിൽ. അങ്ങനെ സംഘപരിവാറിൻ്റെ താല്പര്യം, നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് വി.ഡി. സതീശൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിടുക്കം കാണിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് വഖഫിൽ 2 അമുസ്ലിങ്ങളെ നിയോഗിക്കാം എന്ന് ഉത്തരവിൽ പറയുകയോ ചെയ്തിട്ടില്ല. ഇതിനകം വളരെ വ്യക്തതയോടുകൂടി ഈ കാര്യം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വഖഫ് നിയമ ഭേദഗതിക്ക് എതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ കേസിൽ കക്ഷി ചേരുകയും ചെയ്യുന്ന നിലപാടാണ് കേരളം സ്വീകരിച്ചത്. അപ്പോൾ പിണറായി സർക്കാരിൻ്റെ സുപ്രീം കോടതിയിൽ ഇടപെടൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ ശ്രമിക്കേണ്ടിയിരുന്നത്. എന്നാൽ സംഘപരിവാർ നയങ്ങൾ നടപ്പിലാക്കാൻ ധൃതി കാണിക്കുകയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ചെയ്തത്. വി.ഡി. സതീശൻ്റെ സർക്കാരിന് ബുദ്ധി തെളിഞ്ഞു എന്നാണ് സംഘപരിവാർ കോടതി നടപടികൾക്ക് ശേഷം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡിൽ സെക്ഷൻ 14 അനുസരിച്ച് അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കും എന്ന UDF സർക്കാരിൻ്റെ അവർക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത വാദിക്കുന്നത് സുപ്രീം കോടതിയിലെ ദൃശ്യങ്ങൾ
അത് കൃത്യമായിട്ട് പുറത്തു വിട്ടുകൊണ്ട് പത്രസമ്മേളനം തന്നെ നടത്തി സഖാവ് പി രാജീവ് വ്യക്തമാക്കിയതാണ്. മുസ്ലിം ലീഗിൻ്റെ നോമിനിയും പാണക്കാട് കുടുംബാംഗവുമായ സംസ്ഥാന സർക്കാർ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗം മർസൂഖ് ബാഫക്കി തങ്ങൾ ആണ് UDF സർക്കാരിന് വേണ്ടി ജയ്ദീപ് ഗുപ്തക്കൊപ്പം ഹാജരായത്. ലീഗിൻ്റെ നിലപാടെന്താണ് എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നം. വഖഫിനെ തൊട്ട് കളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി സർക്കാരിൻ്റെ കാലത്ത് PSCയുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉയർന്നു വന്നപ്പോൾ വലിയ രീതിയിലുള്ള കൂട്ടായ്മ സൃഷ്ടിച്ചവരാണവർ. ഇപ്പോൾ വഖഫ് ബോർഡിൽ തന്നെ 2 മുസ്ലിങ്ങളെ മെമ്പറായി ചേർക്കണമെന്ന ഗവൺമെൻറ്റിൻ്റെ വിധിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരായി സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ ആ കേസിൽ ഗവൺമെൻറ്റിന് വേണ്ടി ലീഗ് നേതാവ് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലുമായ മുഹമ്മദ് ഷാ ദില്ലിയിൽ നേരിട്ടെത്തി വഖഫ് കേസ് ജയ്ദീപ് ഗുപ്തക്ക് ബ്രീഫ് ചെയ്തു കൊടുത്തത് അതാവാം എന്നാണ്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ അർത്ഥം. അപ്പോൾ വഖഫിൽ അമുസ്ലിങ്ങളെ അംഗങ്ങളാക്കിക്കൊണ്ട് അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം മുസ്ലിം ലീഗ് സ്വീകരിക്കുകയാണ്. ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുടെ ഘട്ടത്തിൽ അതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തത് അന്നത്തെ ഗവൺമെൻറ്റാണ് എന്ന്, കോൺഗ്രസ് ഗവൺമെൻറ്റാണ് എന്ന് എല്ലാവർക്കും അറിയാം. അന്ന് കോൺഗ്രസിനോടൊപ്പം ബാബറി മസ്ജിദ് തകർച്ചക്ക് കൂട്ടുനിന്നവരാണ് മുസ്ലിം ലീഗ്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും ശക്തിയായി സംഘപരിവാർ വിഭാഗങ്ങൾക്കൊപ്പം VD സതീശനും ചേർന്ന് ലീഗിൻ്റെ പിന്തുണയോടുകൂടി അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൻ്റെ ഭാഗമായിട്ട് മാറ്റണം. അതിൻ്റെ പ്രത്യാഘാതം മറ്റു ചില സംസ്ഥാനങ്ങളിൽ അമുസ്ലിങ്ങൾ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് വരുന്നു എന്നുള്ളത് വരെയാണ്. ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതുകൂടി ചേർത്ത് വർഗീയ ധ്രുവീകരണത്തിലേക്ക് നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുള്ളത്. അവർ ആത്മവഞ്ചനയാണ് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് പറഞ്ഞതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് അവർ നിലകൊള്ളുന്നത്.